ഓഗസ്റ്റ് 9 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു. എണ്ണായിരം കർഷകർ ഒരു കുടക്കീഴിൽ. രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില. ബയോ മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കൃഷിയിൽ നിന്നും പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ന്യായമായ വില ഉൽപ്പന്നങ്ങൾക്ക് നൽകാൻ വയ്യാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നു. കർഷകരുടെ സമുന്നയനത്തിനു വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ഒരു സംരംഭമാണ് ബയോ മൗണ്ടൻ അഥവാ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുക. നമ്മളുടെ കർഷക ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മാന്യമായ ന്യായമായ വില ലഭ്യമാക്കുക. അവരുൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിലുള്ളതിനേക്കാൾ 1 രൂപയെങ്കിലും കൂട്ടി എടുക്കുന്നുണ്ട്. ആ എടുക്കുന്ന ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ മാറ്റി വിപണിയിൽ കൊടുക്കുക. നമുക്ക് കുറേയേറെ പേർക്ക് ഇപ്പം എല്ലാവരും വിദേശത്തേക്കുള്ള ജോലിക്ക് ഓടുന്നതിന് നടുവിൽ ഇവിടെ തന്നെ നാട്ടിൽ ജോലി കൊടുക്കുക എന്ന വലിയ ലക്ഷ്യവും, അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ 22ഓളം പേർക്ക് ജോലി കൊടുക്കാൻ കമ്പനി സാധിച്ചിട്ടുണ്ട്. വിപണി കീഴടക്കി മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട്. ഇത് രാജ്യത്തിന് തന്നെ മാതൃക. തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ ഇരിട്ടി കുന്നോത്ത് പ്രവർത്തിക്കുന്ന ബയോ മൗണ്ടൻ നാടിന്റെ നട്ടെല്ലായ നമ്മുടെ കർഷകരുടെ അഭിമാന പ്രസ്ഥാനം. ബയോ മൗണ്ടൻ നമുക്കറിയാം, അതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കമ്പനിയായിട്ട് രജിസ്റ്റർ ഇത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. 8000-ൽ പരം അംഗങ്ങളുള്ള കർഷകരാണ്. ഈ കർഷകർക്ക് മാത്രമേ ഇതിനകത്ത് അംഗത്വമുള്ളൂ. 8000 കർഷകരുണ്ട് ഈ കമ്പനിയിൽ. അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അവരുടെ പ്രൊഡക്റ്റാണ് കൂടുതൽ നമ്മൾ വാങ്ങുക. ഈ കർഷക കൂട്ടായ്മയെ അറിയാൻ മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപികയുടെ ഡയറക്ടറും തലശ്ശേരി അതിരൂപത വികാരി ജനറലുമായ സെബാസ്റ്റ്യൻ പാലാക്കുഴിയെ അറിയാൻ മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി.